വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സിലൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അവാർഡ്സിൽ സാഹിത്യ പുരസ്കാരങ്ങളാണ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024 അതുപോലെ തന്നെ 25, 26 റീസെൻ്റായിട്ട് കൊടുത്തിട്ടുള്ള അവാർഡ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വണ്ണാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2024 കൊടുത്തിട്ടില്ല. 25 KG ശങ്കരപ്പിള്ളയാണ്. KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. 2024 ലഭിച്ച ആർക്കാണ്? NS മാധവനാണ്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. അപ്പം അതാദ്യം കിട്ടിയത് ആരാണ്? അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത്. അടുത്താണ് വയലാർ പുരസ്കാരം. 2026 കൊടുത്തിട്ടില്ല. 25 ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. തപോമയിയുടെ അച്ഛൻ. 2024 കിട്ടിയത് അശോകൻ ചെരുവിൽ കാട്ടൂർക്കടവ്. ആദ്യമായിട്ട് 1977 കൊടുത്തത് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷിക്കാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് കിട്ടിയത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2026 കൊടുത്തിട്ടില്ല. 25 മേതിൽ രാധാകൃഷ്ണനാണ്. 2024 സാറ ജോസഫ്. അപ്പം അതെല്ലാം ഒന്ന് പഠിക്കുക. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? മേതിൽ രാധാകൃഷ്ണൻ. 2024 സാറ ജോസഫിനാണ് കിട്ടിയത്. ജ്ഞാനപ്പാന പുരസ്കാരം 2026 കൊടുത്തത് വൈക്കം രാമചന്ദ്രനാണ്. 2026 അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. 2026 കൊടുത്തതാണ് ജ്ഞാനപ്പാന വൈക്കം രാമചന്ദ്രൻ. 2025 KP ശങ്കരനാണ് കിട്ടിയത്. ജ്ഞാനപ്പാന കിട്ടിയത് 2025 ആർക്കാണ്? KP ശങ്കരൻ. JC ഡാനിയൽ എന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തിരുത്തിയേക്കുക. JC ഡാനിയൽ പുരസ്കാരം ആദ്യം ലഭിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1992 TE വാസുദേവനാണ് JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത്. 2024 റീസെൻ്റായിട്ട് ശാരദക്ക് കിട്ടി. 2023 കിട്ടിയത് ഷാജി എൻ കരുണിനാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത്. ജ്ഞാനപീഠ പുരസ്കാരം 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് തമിഴ് ഗാനരചയിതാവായിട്ടുള്ള വൈരമുത്തുവിനാണ്. 2024 59ാമത് ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല. സരസ്വതി സമ്മാൻ 2025 കിട്ടിയത് രാംകുമാർ മുഖോപാധ്യായ ഹര പാർവതി കഥ എന്ന കൃതിക്കാണ്. ഹര പാർവതി കഥ. 2024 കിട്ടിയത് ഭദ്രേഷ് ദാസിനാണ്. സ്വാമിനാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ്. സ്വാമിനാരായണ സിദ്ധാന്ത സുധ. 2025 രാംകുമാറും 2024 ഭദ്രേഷ് ദാസുമാണ്. ബഷീർ പുരസ്കാരം 18ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു എന്ന കൃതിക്കാണ്. 2024 PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ്. 19 17 തിരുത്തിയേക്കാം. 2025 18ാമത് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു. 2024 PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ്. അപ്പോൾ ഇതൊന്നുകൂടെ നോക്കാം. എഴുത്തച്ഛൻ അവാർഡ് 2025 KG ശങ്കരപിള്ള. 24 NS മാധവൻ. വയലാർ പുരസ്കാരം 2025 ഈ സന്തോഷ് കുമാർ തപോമയുടെ അച്ഛൻ. 2024 അശോകൻ ചെരുവിൽ കാട്ടൂർക്കടവ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണനും സാറ ജോസഫിനുമാണ് കിട്ടിയത്. ജ്ഞാനപ്പാന പുരസ്കാരം 2026 കൊടുത്തിട്ടുണ്ട്. അത് വൈക്കം രാമചന്ദ്രനാണ്. 2025 KP ശങ്കരൻ. JC ഡാനിയൽ പുരസ്കാരം ആദ്യം ലഭിച്ചത് TE വാസുദേവൻ. 2024 ശാരദ. 2023 ഷാജി N കരുൺ. ജ്ഞാനപീഠം 60ാമത് ലേറ്റസ്റ്റ് 2025 കൊടുത്തു വൈരമുത്തുവിനാണ്. 2024 59ാമത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. സരസ്വതി സമ്മാൻ കൊടുത്തത് 2025 ലേറ്റസ്റ്റ് രാംകുമാർ മുഖോപാധ്യായ ഹര പാർവതി കഥയ്ക്കാണ് കിട്ടിയത്. 2024 ഭദ്രേഷ് ദാസ് സ്വാമിനാരായണ സിദ്ധാന്ത സുധ. ബഷീർ അവാർഡ് 18ാമത് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴുവും. 17ാമത് 2024 PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ്. അടുത്ത അവാർഡുകളാണ് ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം ലേറ്റസ്റ്റ് കൊടുത്തത് 2026 M മുകുന്ദനാണ്. 2025 പ്രഭാവർമ്മ. 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രതിഭ റേ. 2026 ചോദിക്കാൻ സാധ്യതയുണ്ട്. M മുകുന്ദനാണ് ONV സാഹിത്യ പുരസ്കാരം കിട്ടിയത്. 2024 ലേറ്റസ്റ്റ് ആർക്കാണ്? M മുകുന്ദനാണ്. അപ്പോൾ ഹരിവരാസനം ആദ്യം ലഭിച്ചത് KG യേശുദാസ്. തിരുവിഴ ജയശങ്കർ ലേറ്റസ്റ്റ് കിട്ടി.
അതിനു മുന്നേ ലഭിച്ചത് കൈതപ്രത്തിനാണ്. പത്മപ്രഭ പുരസ്കാരം 2026 ലഭിച്ചത് ആർക്കാണ്? രാജശ്രീക്കാണ് പത്മപ്രഭ പുരസ്കാരം കിട്ടിയത്. 2025 ആലങ്ങോട് ലീലാകൃഷ്ണനും. 2025 ആലങ്ങോട് ലീലാകൃഷ്ണനുമാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ONV സാഹിത്യ പുരസ്കാരം 2026 M മുകുന്ദൻ, 25 പ്രഭാവർമ്മ, അതിന് മുന്നേ കിട്ടിയത് പ്രതിഭ റൈക്കാണ്. ഹരിവരാസനം ആദ്യം ലഭിച്ചത് ആർക്കാണ്? KJ യേശുദാസ്, 2025 തിരുവിഴ ജയശങ്കർ, 24 കൈതപ്രം. പത്മപ്രഭ പുരസ്കാരം 2026 രാജശ്രീക്കും, 2025 ആലങ്ങോട് ലീലാകൃഷ്ണനുമാണ് ലഭിച്ചത്. ഇനി പഠിക്കാനുള്ളത് കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ്? MR രാഘവ വാര്യർക്കാണ്. വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിൻ്റെ മേഖല. കേരളപ്രഭ PB അനീഷ് കാർഷികമാണ്. PB അനീഷ് മേഖല കാർഷികം. രാജശ്രീ വാര്യർക്കും കേരളപ്രഭ കിട്ടിയിട്ടുണ്ട് കല. കേരളശ്രീ കിട്ടിയത് ആർക്കൊക്കെയാണ്? ശശികുമാർ മാധ്യമം, ഷഹൻ ഹസൽ മുസലിയാർ വിദ്യാഭ്യാസം, K വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, അഭിലാഷ് ടോമി കായികം, ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധം. അപ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് മനസ്സിൽ പതിപ്പിക്കുക. കേരള ജ്യോതി MR രാഘവ വാര്യർ വിദ്യാഭ്യാസമാണെങ്കിൽ കേരളപ്രഭ 2 പേർക്കാണ്. PB അനീഷ് കാർഷികവും രാജശ്രീ വാര്യർ കലയുമാണ്. കേരളശ്രീ ആർക്കൊക്കെയാണ്? ശശികുമാർ മാധ്യമം, ഷഹൻ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസം, MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, അതുപോലെ അഭിലാഷ് ടോമി നമുക്കറിയാം കായികമാണെങ്കിൽ. ജിലുമോൾ മാരിയറ്റ് തോമസ് ഏത് വിഭാഗം ചോദിച്ചാൽ വിവിധം ആണ്. വിവിധ മേഖലകളിലെ സംഭാവനകൾക്കാണ് അവർക്ക് എന്ത് കിട്ടിയത്? ഈ ഒരു കേരള ശ്രീ പുരസ്കാരം കിട്ടിയത്. 2026-25 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ആഡ് ഓൺ ചെയ്തിട്ടുള്ളൊരു സാഹിത്യ പുരസ്കാരമാണ് ഞാനിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2026 ജ്ഞാനപ്പാന നമ്മൾ പറഞ്ഞു ആർക്കാണ്? വൈക്കം രാമേന്ദ്രനാണ്. 2025 KP ശങ്കരനാണ്. അതുപോലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കായിരുന്നു? മേതിൽ രാധാകൃഷ്ണനാണ്. അതുപോലെ ONV പുരസ്കാരം 2026 കൊടുത്തത് M മുകുന്ദനാണ്. ഇതും കൂടെ ഓർത്തു വെക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള പരിഭാഷ KV കുമാരൻ്റെ SN ബൈലപ്പയുടെ യാനം എന്ന നോവലിൻ്റെ പരിഭാഷയ്ക്കാണ് എന്ത് കിട്ടിയത്? KV കുമാരന് കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള പരിഭാഷയ്ക്ക് അവാർഡ് കിട്ടിയത്. യുവസാഹിത്യം അഖിൽ P ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദി. ബാലസാഹിത്യം ശ്രീജിത്ത് മുത്തേടത്ത് പെൻഗിനികളുടെ വൻകരയിൽ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത്. 2025 കുറച്ച് പുരസ്കാരങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. തകഴി പുരസ്കാരം KP സുധീരയ്ക്കാണ്. മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് കിട്ടിയത്. മാധവിക്കുട്ടി, സുഭാഷ് ചന്ദ്രൻ, തകഴി KP സുധീര. കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം M മുകുന്ദനാണ് കിട്ടിയത്. കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ആർക്കാണ് 2025 ലഭിച്ചതെന്ന് ചോദിച്ചാൽ M മുകുന്ദനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള അവാർഡുകൾ, സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അവാർഡുകളാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.